ഹായ് ഓൾ, ഇന്നൊരു റെസിപ്പി വീഡിയോ ആണ്. ഒരു ചിക്കൻ കറിയാണ്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഈ റെസിപ്പി ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണ്. കുറേ യൂട്യൂബ് വീഡിയോസ് കണ്ട് അതിൽ നിന്നൊക്കെ കുറച്ച് മാറ്റം വരുത്തി ഇത് ഞാൻ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കി. വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ഉറപ്പിച്ചതാണ് നന്നായെങ്കിൽ മാത്രമേ അത് അപ്ലോഡ് ചെയ്യുള്ളൂ എന്ന്. പക്ഷേ ഉറപ്പാണ്, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ കറി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ 3 തക്കാളി എടുത്തു. അത് നന്നായിട്ട് വേവിച്ച് അതിൻ്റെ തൊലി കളഞ്ഞ് അതൊരു മിക്സി ജാറിലേക്ക് ഇട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് പെരുംജീരകവും ഇട്ട് നന്നായിട്ട് അരച്ചെടുത്തു. കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ വറ്റൽമുളക്, കറിവേപ്പില, കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തു. തേങ്ങയുടെ കളർ ചേഞ്ച് ആവുന്ന സമയത്ത് അതും കറിവേപ്പിലയും കൂടെ മാത്രം മാറ്റിയെടുത്ത് മിക്സി ജാറിലോട്ട് ഇട്ട് അതൊന്ന് അരച്ച് മാറ്റി വെച്ചു. ഇനി അതിലോട്ട് തന്നെ വെല്ലുള്ളി അരിഞ്ഞതും കൂടെ ഇട്ട് അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. വെല്ലുള്ളി നന്നായി മൂപ്പിച്ചെടുത്ത ശേഷം തേങ്ങ അരച്ചതും കൂടെ ഇട്ട് അതും കൂടെ മിക്സ് ചെയ്യുക. ഒരു 3 മിനിറ്റ് നന്നായിട്ട് ഇളക്കിയ ശേഷം തക്കാളിയുടെ പേസ്റ്റ് ആദ്യം നമ്മൾ അരച്ച് വെച്ചത് അതും കൂടെ ആഡ് ചെയ്ത് അതും കൂടെ മിക്സ് ചെയ്ത് കുറച്ച് നേരം അടച്ച് വെക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോഴത്തേക്കും എണ്ണയൊക്കെ ഒന്ന് ജസ്റ്റ് പിരിഞ്ഞ് വന്നിട്ടുണ്ടാവും. അന്നേരം അതിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ദെൻ കുറച്ച് ഗരം മസാലയും കൂടെ ഇടുക. മുളക് പൊടി ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. മസാലയുടെ പച്ചമണം മാറിയതിനു ശേഷം മാത്രം ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു 2 മിനിറ്റ് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് ചിക്കൻ വേവാനും നമുക്ക് ആവശ്യത്തിന് ഗ്രേവിക്ക് എത്ര വെള്ളം വേണോ അതനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. ചുടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. ദെൻ വീണ്ടും ഒരു 10 മിനിറ്റ് അടച്ചു വയ്ക്കുക. അപ്പോഴേക്കും ചിക്കൻ വേവും. ചിക്കൻ വെന്ത് കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ. ജസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് കറി. ഞാനിത് നൂൽപുട്ടും കൂടി ഉണ്ടാക്കി അതിനുള്ള കോമ്പിനേഷനായിട്ട് കഴിച്ചത് അടിപൊളിയായിരുന്നു.